ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാറ്റ് ജി പി ടിയെ കുറിച്ചാണ്. ചാറ്റ് ജി പി ടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോംപ്റ്റ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരുപാട് ട്രെയിനിങ്ങുകൾ എടുക്കാറുണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ സജീവമായിട്ടുണ്ട്. അവനവൻ്റെ സ്കില്ലുകളെ വരുമാന മാർഗമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൺലൈൻ സെഷനിലൂടെയും ഓഫ്ലൈൻ സെഷനിലൂടെയും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അക്കൗണ്ടിങ്, GST, ഇൻകം ടാക്സ് മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ട്രെയിനിങ് എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ഞാൻ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് AI ഫീച്ചേഴ്സുകളെ കുറിച്ചിട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ട്. അപ്പം AI എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, AI പ്രധാനപ്പെട്ടിട്ടുള്ള ചാറ്റ് ജി പി ടി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോംപ്റ്റ്സുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള ഡാറ്റകളാണ് ചാറ്റ് ജി പി ടിയിൽ നിന്ന് നമുക്ക് കിട്ടുക, എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ AI ഫീച്ചേഴ്സുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി, ബിങ്, ജെമിനി പോലെയുള്ള ടൂളുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. മനുഷ്യന്മാർ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റേഴ്സ്, ഡിസൈനേഴ്സ് എല്ലാ ആളുകളും ചെയ്യുന്ന പണി 2-3 സെക്കൻഡിനകത്ത് എൻജിനുകളുടെ സഹായത്തോടു കൂടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഫീച്ചേഴ്സിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ എന്താണ് ചാറ്റ് ജി പി ടി, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. 2022 നവംബറിലാണ് ചാറ്റ് ജി പി ടി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഓപ്പൺ AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പേ ഇതിൻ്റെ ആദ്യത്തെ വേർഷൻ 2020 പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും സാധാരണയായിട്ട് ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് 2022 മുതലാണ്, നവംബർ മുതൽ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം ലോഞ്ച് ചെയ്ത് വിത്തിൻ 2 months കൊണ്ട് 100 മില്യൺ യൂസേഴ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഈ ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ 100 മില്യണിൽ നമ്മളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ടെക്നോളജിയിൽ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, ഈ ഒരു മേഖലയിലേക്ക് ക്യാൻവ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ത്രെഡ്സ് പോലെയുള്ള ആപ്പുകളൊക്കെ 100 മില്യൺ യൂസേഴ്സിലേക്ക് എത്താൻ എത്ര സമയമെടുത്തു എന്നുള്ളതും, അതിനേക്കാൾ വേഗത്തിൽ 100 മില്യൺ യൂസേഴ്സായി ചാറ്റ് ജി പി ടി മുന്നോട്ട് പോയതിൻ്റെ റീസണും ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് ചാറ്റ് ജി പി ടി? ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ എന്ന് പറയാം, ജനറേറ്റീവ് ട്രാൻസ്ഫോമർ. അതായത് 2021 വരെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 570ഓളം GB ഡാറ്റകൾ മൊത്തത്തിൽ എടുത്തിട്ട് അതെല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെഷീനാണ് ചാറ്റ് ജി പി ടി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത്യാവശ്യം നല്ല നോളജുള്ള ഒരാളോട് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ വേണം ചാറ്റ് ജി പി ടിയോട് നമ്മൾ സംവദിക്കാൻ. ഉദാഹരണമായിട്ട് ഒരു കൊമേഴ്സ് മേഖലയിൽ ഡോക്ടറേറ്റും അതിൻ്റെ മുകളിൽ 1, 2, 4 ഡോക്ടറേറ്റ് എടുത്ത ഒരു വ്യക്തിയോട് കൊമേഴ്സിലെ ചില ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണോ അയാൾ റെസ്പോണ്ട് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ചാറ്റ് ജി പി ടി നമ്മോട് റെസ്പോണ്ട് ചെയ്യുക. ഇതൊരു ചാറ്റിംഗ് സ്വഭാവത്തിലാണ് പോകുന്നത്. ഉദാഹരണം, ഞാനൊരു ചോദ്യം ചോദിച്ചു, അതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ചോദ്യം ചോദിച്ചു, അതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത് ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ സംസാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് ആൻസർ തരുന്ന ഒരു AI ടൂളാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ രീതിയിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡാറ്റകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. SEOനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഡാറ്റകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ചാറ്റ് ജി പി ടിയിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ആണ് ലഭിക്കുക. അതിൻ്റെ കൃത്യത എത്രത്തോളം ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളും കൂടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നത്? അപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് ഞാനിവിടെ ചാറ്റ് ജി പി ടി എന്ന് എന്ത് ചെയ്യാണ്, ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ചാറ്റ് ജി പി ടി എന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നോക്കുക, ചാറ്റ് ജി പി ടി. ഓക്കെ, ചാറ്റ് ജി പി ടി നമുക്ക് തുറന്നു വരും. ഇതിൽ ഓൾറെഡി അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്ത് ഇതേപോലെ രീതിയിലേക്ക് വരണം. ഇതാണ് ചാറ്റ് ജി പി ടിയുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരുപാട് വേർഷൻസ് അവൈലബിൾ ആണ്. ചാറ്റ് ജി പി ടി 4 അവൈലബിൾ ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഫ്രീ വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഫ്രീ വേർഷനിൽ തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം
ഇടതുഭാഗത്തുള്ള ഈ ഒരു സംഭവമാണ് നമ്മൾ ഓൾറെഡി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ വേർഷനാണ് 3.5 എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 അപ്ഗ്രേഡ് ചെയ്യാം. ഇതിന് പെയ്ഡ് വേർഷനാണ്. അത് ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇവിടെ ഈ ഒരു മെസ്സേജ് എന്നുള്ളിടത്താണ് നമ്മൾ പ്രോംപ്റ്റ്സ് കൊടുക്കേണ്ടത്. പ്രോംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഭാഗമാണ് ഈ പ്രോംപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഇതിനോട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ തരും. ഉദാഹരണം, വാട്ട് ഈസ് ചാറ്റ് GPT എന്ന് ഞാൻ ചാറ്റ് GPTയോട് എന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. അപ്പോൾ എന്താണ് ഇവർ പറയുന്നത് നോക്കാം. ഈ വലത് ഭാഗത്ത് സെൻഡ് മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് GPTയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു സംഭവം അവർ കൃത്യമായിട്ട് തരും. അപ്പോൾ കൃത്യമായി തന്നിട്ടുണ്ട്, ചാറ്റ് GPT ഈസ് ആൻ AI ലാംഗ്വേജ് മോഡൽ developed by OpenAI, specifically a variant based on the GPT ഞാൻ നേരത്തെ പറഞ്ഞു, ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ ആണ്. ഓൾറെഡി ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ഡാറ്റ വെച്ച് 2021 വരെയുള്ള ഡാറ്റകൾ ഈ ഒരു AIക്ക് കൊടുത്തിട്ട് അതിന് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന. ഇനി ആളുകൾ ചോദിക്കുമ്പോൾ ഇന്ന രീതിയിൽ ആൻസർ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ചാറ്റ് GPTയോട് തന്നെ ചാറ്റ് GPT എന്താണ് നമ്മൾ ചോദിച്ചു. ഇനി വേണമെങ്കിൽ വാട്ട് ഈസ് ഗൂഗിൾ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, വാട്ട് ഈസ് ഗൂഗിൾ സെർച്ച്? വാട്ട് ഈസ് ഗൂഗിൾ സെർച്ച്? അപ്പോൾ ഗൂഗിൾ സെർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ചുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് തരും. ഇതെല്ലാം ഓൾറെഡി ട്രെയിൻഡ് ആണ്, ഇയാളുടെ കയ്യിലുള്ള ഡാറ്റയാണ്. നമ്മൾ എന്ത് ചെയ്യുക നോക്കാം. അപ്പോൾ ഗൂഗിൾ സെർച്ച് എന്ന ഗൂഗിളിനെ കുറിച്ചുള്ള എന്ത് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിനുള്ള ഒരു ആൻസർ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ തരും. ഇനി ഒരു ആൻസറിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കിട്ടണം. ഇയാളോട് തന്നെ ചോദിക്കാം നമുക്ക്. അപ്പോൾ വാട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ, ഓക്കെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ചാറ്റ് GPT ആൻഡ് ഗൂഗിൾ സെർച്ച്. ഡിഫറൻസ് ബിറ്റ്വീൻ ചാറ്റ് GPT ആൻഡ് ഗൂഗിൾ സെർച്ച്. നിങ്ങളുടെ ഗ്രാമറൊന്നും കൃത്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തു വരും. അപ്പോൾ ഓൾറെഡി ചാറ്റ് GPT എന്താണെന്ന് ചോദിച്ചു, ഗൂഗിൾ സെർച്ച് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ചാറ്റ് GPTയുടെ ഫംഗ്ഷൻ, യൂസേജ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ടും എഴുതി തന്നു. ഇത് വലിയ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ലോങ് കൊടുത്താൽ മതി, ലോങ് ഫോമിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഷോർട്ടായിട്ട് കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, അത് ഇൻട്രാക്റ്റീവ് എങ്ങനെയാണ്, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിഫറൻസ് എന്ത് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് കളി. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ വായിച്ചാൽ ക്ലിയർ ആവില്ല. ഇതിനൊരു ടേബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മേക്ക് ഇറ്റ് ടേബിൾ അല്ലെങ്കിൽ ടാബുലർ ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള സാധനം ഒരു ടാബുലർ ഫോർമാറ്റിലേക്കായിട്ട് മാറ്റപ്പെടും. അപ്പോൾ എന്തൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കും. നമ്മൾ സെർച്ച് ചെയ്യുന്നു, അതിനെ ഡിഫറൻസ് ചെയ്യുന്നു. ഇനി വേറെ എന്തെങ്കിലും രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ഇത് കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് തരും എന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തൊരു പ്രോംപ്റ്റ്സ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് അക്കാഡമിക് തലങ്ങളിലൊക്കെ, സ്കൂളുകളിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അസൈൻമെൻറ്റുകൾ, സെമിനാറുകളൊക്കെ ചെയ്യാൻ തരാറുണ്ട്. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, AI ടെക്നോളജി, സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, ക്രിപ്റ്റോ കറൻസികൾ, ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തായിരിക്കും നോളജ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനൊരു പ്രോംപ്റ്റ്സ് കൊടുക്കുകയാണ്. അബൌട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കൊടുക്കാം, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കൊടുക്കാം. എന്താണ് ക്രിപ്റ്റോ കറൻസി? ഒരു 200 വേർഡ്സിൽ എഴുതാൻ പറഞ്ഞിട്ട് നമ്മളൊരു കമൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടും ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് എഴുതി തരുമോ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം ഒരു 200 വേർഡ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഏത് സെമിനാർ, ഏത് ടോപ്പിക്കുകളായാലും ഈ രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് എഴുതി എടുക്കാൻ വേണ്ടി. ഇപ്പോൾ 200 വേർഡ്സ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ 100 വേർഡ്സ് എന്ന് കൊടുത്താൽ മതി. നേരത്തെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 100 വേർഡ്സ് എന്ന് പറയുമ്പോൾ ഈ സംഭവം 100 വേർഡ്സിലേക്ക് മാറ്റിത്തരും. ഇനി 50 വേർഡ്സ് എന്നാക്കി കഴിഞ്ഞാൽ 50 വേർഡ്സിലേക്ക് ഈ സംഭവം എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്ത്. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനെന്ത് ചെയ്യും നമുക്ക്. ഇനി വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നെങ്കിൽ ജസ്റ്റ് ഷോർട്ട് എന്ന് അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, ഈ സംഭവം ഷോർട്ടായിട്ട് നമുക്ക് തരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചാറ്റ് GPTയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചാറ്റ് GPT എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് എനിക്കൊരു പാട്ട് എഴുതണം, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോംപ്റ്റ്സ് ഇവിടെ കൊടുക്കുകയാണ്. റൈറ്റ്
റൈറ്റ് എ സോങ് അബൌട്ട് ടെക്നോളജിയെ കുറിച്ചിട്ട് ഒരു സോങ് എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ChatGPT ചെയ്യോ എന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിത ടെക്നോളജിയെ സംബന്ധിച്ച് എഴുതി. ഇനി എൻവയോൺമെൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ കൊടുത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ രീതിയിൽ ഉപയോഗപ്പെടുത്താം. സോ പുസ്തകം എഴുതുന്നത്, കഥ എഴുതുന്നത്, കവിത എഴുതുന്നത് എല്ലാം ChatGPTയുടെ സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വേറൊരു കണ്ടന്റ് നോക്കാം. ടാബുലർ ഫോർമാറ്റിലേക്ക് നോക്കാം. ഒരു ചെറിയ ഒരു സംഭവം നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യാണ്. ക്രിയേറ്റ് എ ടേബിൾ. ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ്. 2 കോളം ഉണ്ടാവണം. 2 കോളം വേർ ദ ഫസ്റ്റ് കോളം കണ്ടെയ്ൻ ദ സ്റ്റോക്ക് ടിക്കറ്റ് സിമ്പിൾ, ആപ്പിൾ, ഗൂഗിൾ, ആമസോണിൻ്റെ ഒക്കെ ഒരു സിമ്പിൾ വരണം. രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ നെയിമും വരണം എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് കൊടുക്കുകയാണ്. ChatGPT ഇതിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ സ്റ്റോക്ക് സിമ്പിളും കമ്പനി ആയിട്ടുള്ള ഡാറ്റ സെർച്ച് ചെയ്യുന്നു. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡാറ്റ ChatGPT നമുക്ക് തരും. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു നോക്കാം. എങ്ങനെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം? ഹൗ ടു മേക്ക് ബിരിയാണി എന്ന് ചോദിച്ചു നോക്കാം. ഇത് നമുക്ക് ഡാറ്റ തരുമോ എന്നുള്ളത് നോക്കാം. കണ്ടോ, അപ്പോൾ ബിരിയാണിയെ കുറിച്ച് പറഞ്ഞു. ബിരിയാണി എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൃത്യമായിട്ടും പറഞ്ഞു. എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് വരെ ChatGPT നമുക്ക് തന്നു. ഇതൊരു 2000 ആളുകൾക്കുള്ള 2000 പീപ്പിൾ 2000 ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് 2000 ആളുകൾക്ക് പീപ്പിൾ ബിരിയാണി. ഓക്കെ, 2000 ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിൽ അതിനെന്തൊക്കെയാണ് വേണ്ടത്, അതിനെന്തൊക്കെ തരത്തിലുള്ള പ്ലാനിങ്ങുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് എത്ര ബസ്മതി റൈസ് വേണം, അതിന് എത്ര ചിക്കൻ വേണം തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ എന്ത് ചെയ്യും, ChatGPT നമുക്ക് തരും. ഓക്കെ, ഇത് നമുക്ക് വായിക്കാൻ അറിയില്ല എങ്കിൽ മലയാളത്തിലേക്ക് ആക്കണം. ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ടു മലയാളം. സ്പെല്ലിംഗ് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് അടിച്ചു പോകുന്നത് മാത്രം ട്രാൻസ്ലേറ്റ് ടു മലയാളം. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിനെ എന്ത് ചെയ്യും മലയാളത്തിൽ എഴുതി തരും. ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാലോ ഇംഗ്ലീഷിലേക്ക് ഈ സംഭവം എന്ത് ചെയ്ത് തരും, എഴുതി തരും. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഭാഷയാണോ ആവശ്യമുള്ളത് അതിലേക്ക് എന്ത് ചെയ്യാം, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഇമോജിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങൾ ഇതിനകത്ത് പോസിബിൾ ആണോ എന്നുള്ളതും കൂടി നോക്കാം. ഞാൻ കൊടുത്തു റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ദ മൊബൈൽ ഫോൺ ഇൻക്ലൂഡിങ് ഇമോജീസ് എൻഡ് ഓഫ് ദ എവറി സെൻറ്റൻസസ് ആൻഡ് നോട്ട് ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് വേർഡ്. നമ്മൾ എന്താണ് കൊടുക്കുന്ന ആ രീതിയിൽ ഈ സംഭവം വരുമോ എന്ന് നോക്കാം. മൊബൈലിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി എഴുതാനാണ് പറഞ്ഞത്. ഓരോന്ന് ടൈപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ താഴത്ത് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇമോജി സെറ്റ് ചെയ്യണം. കാരണം ഇവിടെ ഒരു മൊബൈൽ ഫോണിൻ്റെ സംഭവം വന്നു, ഇവിടെ ഒരു ഫോണിൻ്റെ ചിഹ്നം, ഇതൊക്കെ എന്ത് ചെയ്തു ഈ രീതിയിൽ കൃത്യമായിട്ടും വന്നിട്ടുണ്ട്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കൃത്യമായിട്ടും നമുക്ക് ChatGPT തരും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെയുള്ള മറ്റൊരു സംഭവമാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. നമുക്ക് ഇമെയിൽ അയക്കാൻ വേണ്ടി പറ്റുമോ? ഇമെയിൽ നമുക്കൊരു കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് സോഫ്റ്റ്വെയർ സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടൊരു ഇമെയിൽ അയക്കണം. ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇമെയിൽ നിങ്ങൾക്കിവിടെ ഡെവലപ്പായിട്ട് വരും. വേണമെങ്കിൽ റെസ്യൂം ഉണ്ടാക്കി കൊടുക്കാം. റെസ്യൂമേ ഐ ആം എൻ അക്കൗണ്ടൻറ്റ്, ഞാനൊരു അക്കൗണ്ടൻ്റ് ആണ്, എനിക്കൊരു റെസ്യൂം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കൗണ്ടൻറ്റിന് ആവശ്യമായിട്ടുള്ള റെസ്യൂമയുടെ ഒരു ഫോർമാറ്റ് ഇവർ നമുക്ക് തരും. ക്ലിയർ ആയോ? ഇനി കവറിംഗ് ലെറ്റർ ആവശ്യമുണ്ടോ? കവറിംഗ് ലെറ്റർ കൊടുത്താൽ മതി. കവറിംഗ് ലെറ്റർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കവറിംഗ് ലെറ്റർ എന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്തു തരും, ഇതിനനുസരിച്ചിട്ടുള്ള ഒരു കവറിംഗ് ലെറ്റർ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ആവശ്യമായിട്ടുള്ള ഡാറ്റ, ഈവൻ സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാലും ഗ്രാമർ തെറ്റിക്കഴിഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, ആര് പിടിച്ചെടുത്തോളും, ഈ ജനറേറ്റീവ് ആയിട്ടുള്ള ഈ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ChatGPT ഉപയോഗിച്ചോളൂ. അപ്പോൾ കൃത്യമായിട്ടും ChatGPT കൃത്യമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ അറിയൂ എങ്കിൽ മനുഷ്യന്മാരെ ഒരുപാട് ഒഴിവാക്കാം. ഡിസൈനേഴ്സിനെ നമുക്ക് കട്ട് ചെയ്യാം, കണ്ടന്റ് റൈറ്റേഴ്സിനെ കട്ട് ചെയ്യാം, ട്രാൻസ്ലേറ്റേഴ്സിനെ കട്ട് ചെയ്യാം,
എല്ലാത്തിനെയും കട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. നമ്മൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകളെല്ലാം ChatGPTയോട് ചോദിച്ച് കൃത്യമായി അയക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കണ്ടന്റും ഒരു ഡിസ്ക്രിപ്ഷനും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഒരുപാട് AI ടൂളുകളുണ്ട്. ഈ ടൂളുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല രീതിയിൽ നമുക്ക് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാനും ഇതുവഴി നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രൊഫഷൻ ആവട്ടെ അതിനെ ഒരു 10x ഗ്രോത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ChatGPT AIയുടെ പല കോഴ്സുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത്തരം കോഴ്സുകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എക്സ്പേർട്ട് ആവാം. 50ലേറെ ടൂൾസുകൾ നമ്മൾ ChatGPT പോലെ, ബിങ് പോലെ, ബാർഡ് പോലെ, ജെമിനി പോലെ, സിംപ്ലിഫൈഡ്, ഇങ്ങനെ ഒരുപാട് ടൂൾസുകളുണ്ട്. Copy.ai പോലെയുള്ള ഒരുപാട് AI ടൂൾസുകൾ. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ അത്തരം കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.